വെൽക്കം ടു ലേൺവൈസ് പ്ലാറ്റ്ഫോം. അപ്പൊ നമ്മൾ നമ്മുടെ ഓപ്പറേഷൻ മാനേജ്മെന്റ് പേപ്പർ ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് നമ്മുടെ യൂണിറ്റ് 1 തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഫണ്ടമെന്റൽസ് ഓഫ് ഓപ്പറേഷൻ മാനേജ്മെന്റ് ആൻഡ് പ്രോസസ് അനാലിസിസ്. അപ്പൊ ഈ ഒരു യൂണിറ്റിനെ 3 പാർട്ടായിട്ടായിരിക്കും നമ്മുടെ ക്ലാസ്സസ് വരുന്നത്. സോ ഫസ്റ്റ് പാർട്ടിൽ എന്തൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളതെന്ന് നോക്കാം. അപ്പൊ ഇതിന്റെ ലേണിംഗ് ഔട്ട്കംസ് നോക്കിയേ. നമ്മൾ ഓപ്പറേഷൻ മാനേജ്മെന്റ് എന്താന്നുള്ളതിനെ കുറിച്ച് പറയുന്നുണ്ട്. അതിന്റെ എക്സിസ്റ്റിംഗും എമർജിംഗും ആയിട്ടുള്ള റൂൾസ് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതിന്റെ ഒരു ഹിസ്റ്ററിക്കൽ ഡെവലപ്മെന്റിനെ കുറിച്ച് പറയുന്നുണ്ട്. ദെൻ അതിന്റെ ഇമ്പാക്ട് എന്താണ്, എൻവയോൺമെന്റ് ചേഞ്ചസ് തുടങ്ങിയ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഓപ്പറേഷൻ ഫിലോസഫീസ് കാര്യങ്ങളും അതേപോലെ തന്നെ പല ഡയമെൻഷൻസ് ഓഫ് ഓപ്പറേഷൻസ് മാനേജ്മെന്റും നമ്മൾ ഈ യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യുന്ന കണ്ടന്റ്സ് ആണ്. അപ്പോ നമുക്കറിയാലോ, എല്ലാ കമ്പനീസും എന്തിനാ ട്രൈ ചെയ്യുന്നത്? കോമ്പറ്റേറ്റീവ് പ്രോഡക്ട്സ് പ്രൊവൈഡ് ചെയ്യാനാണ് അല്ലെ. അപ്പൊ കോമ്പറ്റീറ്റേഴ്സ് കൊടുക്കുന്നതിൽ നിന്നും എന്താണ് സുപ്പീരിയർ ആയിട്ടുള്ള നല്ല പ്രോഡക്ട്സ് കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുക എന്നുള്ളതായിരിക്കും എല്ലാ കമ്പനീസിന്റെ ഒരു എയിം എന്ന് പറയുന്നത്. സോ അവിടെ എന്ത് വേണം? ഒരു ഓഫർ വാല്യൂ അല്ലെ. അവരൊരു വാല്യൂ ആണ് ഓഫർ ചെയ്യുന്നത്. എങ്ങനെയാണ്? മാനുഫാക്ചർ ചെയ്ത് അസംബിൾ ചെയ്ത് പ്രോസസ്സ് ചെയ്ത് ദേ ആർ ഓഫറിങ് എ വാല്യൂ ടു ദ കസ്റ്റമേഴ്സ് അല്ലെ. അപ്പൊ അവിടെ പല സ്റ്റെപ്സ് ഉണ്ട് കണ്ടോ. നമുക്ക് എന്ത് ചെയ്യണം? മാനുഫാക്ചർ ചെയ്യണം, അസംബിൾ ചെയ്യണം, പ്രോസസ് ചെയ്യണം. പല പല സ്റ്റെപ്സിലാണ് ഇത് വരുന്നത്. സോ ഇവിടെ എന്ത് വേണം? റോ മെറ്റീരിയൽ എങ്ങനെ വേണമെന്ന് പ്ലാൻ ചെയ്യണം, പ്രോസസ്സിങ് എങ്ങനെ വേണം എന്ന് നോക്കണം, എങ്ങനെ ഇത് സ്റ്റോർ ചെയ്യണം. ഇപ്പൊ സർവീസിന്റെ കാര്യമാകുമ്പോൾ സർവീസ് എന്ന് പറയുന്നത് ഇൻടാഞ്ചിബിൾ ആണ്. അപ്പൊ അവിടെ സ്റ്റോറിങ് വരുന്നില്ല. പക്ഷെ എന്ന് വന്നാലും അതിന്റെ ഡെലിവറി എന്ന് പറയുന്നത് അവിടെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. അതിന്റെ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. സോ ഇവിടെ എല്ലാം ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള സീക്വൻഷ്യൽ സ്റ്റെപ്സ് കാര്യങ്ങൾ നമ്മൾ ഫോളോ ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ ഈ ഒരു യൂണിറ്റില് നമ്മൾ ഇതിന്റെ കോൺസെപ്റ്റ്, ഓപ്പറേഷൻസ് മാനേജ്മെന്റ് കോൺസെപ്റ്റ്, അതിന്റെ ഫങ്ഷൻസ്, ഹിസ്റ്ററിക്കൽ ഡെവലപ്മെന്റ്, ദെൻ ഓൾറെഡി ഉള്ള അതിന്റെ പ്രാക്ടിക്കൽ മെത്തഡോളജീസ് കാര്യങ്ങൾ എല്ലാമായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ നമ്മുടെ ഫസ്റ്റ് ടോപ്പിക്കിലേക്ക് പോവാം. കോൺസെപ്റ്റ് ആൻഡ് സ്കോപ്പ് ഓഫ് ഓപ്പറേഷൻസ് മാനേജ്മെന്റ്. ഇപ്പൊ ഓപ്പറേഷൻ മാനേജ്മെന്റിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നതെന്ന് പറഞ്ഞു. സോ എന്താണ് ഓപ്പറേഷൻസ് മാനേജ്മെന്റ് എന്നുള്ളതാണ് നമ്മൾ ആദ്യം പഠിക്കാനായിട്ട് പോകുന്നത്. ഓപ്പറേഷൻ മാനേജ്മെന്റ് എന്ന് പറയുന്നത് സിംപ്ലി പറഞ്ഞാൽ മാനേജ്മെന്റ് ഓഫ് ഓപ്പറേഷൻസ് എന്ന ബിസിനസ്. അതായത് ഒരു ബിസിനസ്സിൽ ഒരുപാട് ഓപ്പറേഷണൽ ആക്ടിവിറ്റീസ് ഉണ്ടാവും അല്ലെ. അപ്പൊ അതിന്റെ റിസോഴ്സസിനെ അല്ലെങ്കിൽ അതിന്റെ പ്രൊഡക്ഷൻ സിസ്റ്റത്തിനെ എന്ത് ചെയ്യുന്നു? നമ്മൾ കുറച്ച് ഇൻപുട്സ് കൊടുത്തിട്ട് ഈ ഇൻപുട്സിനെ നമ്മൾ എന്ത് ചെയ്യാണ്? കുറച്ച് ഔട്ട്പുട്സ് ആയിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് അല്ലെ എന്റെ പ്രൊഡക്ഷൻ സിസ്റ്റം അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷന്റെ റിസോഴ്സസിനെ നമ്മൾ ചെയ്യുന്ന ഒരു പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. സോ ഇതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഓപ്പറേഷൻസിനെ മാനേജ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ഓപ്പറേഷൻസ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ അവിടെ മാനുഫാക്ചറിങ് വരുന്നുണ്ട്, സ്റ്റോറിങ് വരുന്നുണ്ട്, അസംബ്ലിങ് വരുന്നുണ്ട്, അതിന്റെ ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ ഡെലിവറി വരുന്നുണ്ട്. ഇതെല്ലാം അതിന്റെ കീഴിൽ വരുന്ന കാര്യങ്ങളാണ്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് വേണം? ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പ്ലാനിങ്ങും എക്സിക്യൂഷനും കൺട്രോളിങ്ങും എല്ലാം നമുക്ക് അവിടെ ആവശ്യമായി വരുന്നുണ്ട്. സോ ഒരുപാട് ടാസ്ക് ഉണ്ട്. അപ്പൊ ഈ എല്ലാ ടാസ്കും ഒരു പ്രോപ്പർ ആയിട്ടുള്ള വേയിൽ, ഒരു മെത്തഡോളജിക്കൽ ആയിട്ടുള്ള വേയിൽ നമ്മൾ എന്ത് ചെയ്യണം? പ്രവർത്തിക്കുക, പ്രാക്ടിക്കലി പോസിബിൾ ആവുന്നുണ്ട് എന്നുള്ളത് നമ്മൾ എൻഷുർ ചെയ്യാണ് വേണ്ടത്. ആൻഡ് ഓൾസോ അതിന്റെ ഇവാലുവേഷൻ കാര്യങ്ങളെല്ലാം പ്രോപ്പർ ആണെന്നുള്ളത് നമ്മൾ നോക്കുകയാണ് വേണ്ടത്. സോ ഇങ്ങനെ വരുമ്പോൾ തന്നെ മാനേജ്മെന്റിന് അല്ലെങ്കിൽ അതിന്റെ ഓപ്പറേഷൻസ് ടീമിന് എന്ത് വരും? ഒരു കോൺഫിഡൻസ് വരും അല്ലെ. ഒരു ടീം വർക്ക് അവർക്ക് ആ ഒരു കോമൺ ഗോൾ അച്ചീവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇപ്പൊ ഓപ്പറേഷൻ മാനേജ്മെന്റ് ആണ് ഈ ഒരു പ്രോസസ് ബൈ പ്രോസസ് അല്ലെങ്കിൽ ടാസ്ക് ബൈ ടാസ്ക് എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന ഓപ്പറേഷൻസിനെ എല്ലാത്തിനെയും മാനേജ് ചെയ്യുന്നത് അല്ലെങ്കിൽ അതിന്റെ ഡിസിഷൻസ് എല്ലാം തന്നെ എടുക്കുന്നത്. ഇതിന്റെ മെയിൻ എയിം, ഓപ്പറേഷൻസ് മാനേജ്മെന്റിന്റെ മെയിൻ എയിം എന്ന് പറയുന്നത് തന്നെ ഇടയിലായിട്ടുള്ള ടൈമിനെ അവോയ്ഡ് ചെയ്തുകൊണ്ട് എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യുക, പ്രോപ്പർ ആയിട്ടുള്ള എഫിഷ്യൻസി ഡിറൈവ് ചെയ്ത് അത് ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതാണ് ഓപ്പറേഷൻസ് മാനേജ്മെന്റ് മെയിൻ എയിം ആയിട്ട് നമ്മൾ പറയുന്നത്. ഇനി പല പേഴ്സ്പെക്റ്റീവ്സിൽ ഓൾ ടു ന്യൂ ഡിസിപ്ലിൻസ് വരേണ്ടല്ലോ പല ഇതിലും. സോ പല രീതിയിലാണ് നമ്മൾ ഇതിനെ പറയുന്നത്. നമുക്ക് ക്ലാസിക്കൽ മാനേജ്മെന്റ് തിയറി എന്താന്നുള്ളത് വെച്ച് നോക്കാം. സോ ക്ലാസിക്കൽ മാനേജ്മെന്റ് തിയറിയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എക്കണോമിക് ആയിട്ടുള്ള എഫിഷ്യൻസിയിലാണ്. ഓക്കെ, ഒരു ഓർഗനൈസേഷന്റെ എക്കണോമിക് എഫിഷ്യൻസി ആണ് ഏറ്റവും കൂടുതൽ നമ്മൾ എംഫസൈസ് ചെയ്ത് പറയുന്നത് ഇൻ ക്ലാസിക്കൽ മാനേജ്മെന്റ് തിയറി. സോ ഇതാണ് ഏറ്റവും ട്രഡീഷണൽ ആയിട്ടുള്ള, ക്ലാസിക്കൽ എന്ന് പറയുമ്പോൾ തന്നെ അറിയാം ഏറ്റവും ട്രഡീഷണൽ ആയിട്ടുള്ള ഒന്നാണ്. ആൻഡ് ഓൾസോ മാനുഫാക്ചറിങ് കൺസേൺസ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു മാനേജ്മെന്റ് തിയറിയാണ് ക്ലാസിക്കൽ മാനേജ്മെന്റ് തിയറി എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ പ്ലാനിങ് ഉണ്ടാവും, ഓർഗനൈസ് ഉണ്ടാവും, കൺട്രോളിങ് ഉണ്ടാവും. ഈ 3 കാര്യങ്ങളിലായിരിക്കും നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത്.
ദെൻ വി ഹാവ് ബിഹേവിയർ ബേസ്ഡ് തിയറി. സോ ബിഹേവിയർ ബേസ്ഡ്, അതായത് പറയുമ്പോൾ തന്നെ എന്താ, എന്തെങ്കിലും റിലേഷൻഷിപ്സ് കാര്യങ്ങളെല്ലാം അവിടെ വരും അല്ലെ. ഇപ്പോ സബോർഡിനേറ്റ് സുപ്പീരിയർ റിലേഷൻഷിപ്സ് വരാം, ലീഡർഷിപ്പ് തിയറി വരാം, മോട്ടിവേഷണൽ തിയറി വരാം. ഇതെല്ലാം എവിടെ വരുന്നതാണ്? ഈ പറയുന്ന ബിഹേവിയർ ബേസ്ഡ് ആയിട്ടുള്ള തിയറിയിൽ പറയുന്ന കാര്യങ്ങളാണ്. ദെൻ വി ഹാവ് മോഡലിംഗ് ബേസ്ഡ്. മോഡലിംഗ് ബേസ്ഡില് അവിടെ മെയിൻ ആയിട്ടുള്ള എംഫസിസ് കൊടുക്കുന്നത് ഡിസിഷൻ മേക്കിങ്ങിലാണ്. സോ അനലിറ്റിക്കൽ ആയിട്ടുള്ളതോ അല്ലെങ്കിൽ ലോജിക്കൽ ആയിട്ടുള്ള അല്ലെങ്കിൽ മാത്തമാറ്റിക്കലോ ആയിട്ടുള്ള ഡിസിഷൻ മേക്കിംഗ് അല്ലെങ്കിൽ പ്രോബ്ലം സോൾവിങ് ആയിരിക്കും നമ്മൾ അവിടെ മെയിൻ ആയിട്ടുള്ള ഒരു എംഫസിസ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കുന്നത്. ദെൻ നമ്മളപ്പോ നമ്മുടെ ഓപ്പറേഷൻ മാനേജ്മെന്റിനെ കുറിച്ച് മറ്റും പറഞ്ഞു. അപ്പൊ അതിനുള്ള മെയിൻ ആയിട്ട് നമ്മൾ ഇൻപുട്സിനെ എന്ത് ചെയ്യുന്നു, ഔട്ട്പുട്ട്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഒരു പ്രോസസ് ആണെന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ നമ്മുടെ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഓപ്പറേഷൻ മാനേജ്മെന്റിന്റെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫംഗ്ഷൻ ആണ്. പ്രൊഡക്ഷൻ മാത്രമല്ല കേട്ടോ, മറ്റെല്ലാ ഏരിയാസും അതിൽ വരുന്നുണ്ട്. സോ പ്രൊഡക്ഷൻ ഫംഗ്ഷന് നമ്മൾ മെയിൻ ആയിട്ട് പറയുന്ന 6 M's ആണ്. അതായത് മെൻ ഉണ്ട്, മെഷീൻ, മെറ്റീരിയൽ, മണി, മെത്തേഡ് ആൻഡ് മാനേജ്മെന്റ്. ഇതാണ് മെയിൻ ആയിട്ടുള്ള ഇൻപുട്സ് ആയിട്ട് നമ്മൾ പറയുന്നത്. ഈ ഇൻപുട്സിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, പ്രോസസ്സ് ചെയ്ത് ഔട്ട്പുട്ട്സ് ആയിട്ട് ഗുഡ്സോ സർവീസോ ആയിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇതില് മെയിൻ ആയിട്ട് വരുന്ന മറ്റൊരു ഇൻപുട്ടാണ് കസ്റ്റമർ ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ ഒരു ഇൻപുട്ടിനെ പ്രോസസ്സ് ചെയ്തു, ഔട്ട്പുട്ട് ആക്കുന്നു, കസ്റ്റമേഴ്സിന് പ്രൊവൈഡ് ചെയ്യുന്നു. സോ എന്താണ് കസ്റ്റമറുടെ ഫീഡ്ബാക്ക് എന്ന് നോക്കിയിട്ട് ആ ഫീഡ്ബാക്കിനെ ഞാൻ എന്ത് ചെയ്യും, പിന്നെയും അതിനെ ഇൻപുട്ടായിട്ട് യൂസ് ചെയ്യും. ഇപ്പൊ കസ്റ്റമർ പറയും ഈ ഒരു ഏരിയയിൽ ഈ ഒരു പ്രൊഡക്റ്റിന് ഒരു ഡിസഡ്വാൻറ്റേജ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ആ കസ്റ്റമർ ഒപ്പീനിയനെ അഡോപ്റ്റ് ചെയ്ത് എന്ത് ചെയ്യണം, ആ ഒരു ഒപ്പീനിയൻ ഇൻപുട്ടായിട്ട് കൊടുത്ത് ആവശ്യമായ ചേഞ്ചസ് വരുത്തിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, പിന്നെയും പ്രൊഡക്ഷൻ ചെയ്യുമ്പോൾ അത് കൺസിഡർ ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത്. അങ്ങനെയാണ് നമുക്ക് പ്രോഡക്റ്റ് ഇംപ്രൂവ്മെന്റ്സിലേക്ക് എത്താനായിട്ട് പറ്റുന്നത്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രൊഡക്ഷൻ മാത്രമല്ല ഓപ്പറേഷൻ മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ ഫിനാൻസ്, HR, മാർക്കറ്റിംഗ്, മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം, ഇതെല്ലാം കംപ്രൈസ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ഓപ്പറേഷൻ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. കോൺസെപ്റ്റ് ക്ലിയർ അല്ലേ? ഇനി അതിന്റെ സ്കോപ്പ് എന്തൊക്കെയാന്നുള്ളത് നോക്കാം, അതിന്റെ മെയിൻ ഏരിയാസ് എന്തൊക്കെയാന്നുള്ളത് നോക്കാം. സോ സ്ട്രാറ്റജിക് പ്ലാനിങ്. സ്ട്രാറ്റജിക് പ്ലാനിങ് എന്ന് പറയുമ്പോൾ എന്താണ്, ലോങ് ടേം ഗോൾസ് അല്ലെങ്കിൽ അതിന്റെ സ്ട്രാറ്റജിക് ഡിസിഷൻസ് ആണ് അല്ലെ സ്ട്രാറ്റജിക് പ്ലാനിങ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ലോങ് ടേം ആയിട്ടുള്ള കാര്യങ്ങൾ ഡിസൈഡ് ചെയ്യുക, പ്ലാൻ ചെയ്യുക എന്ന് പറയുന്നതാണ് സ്ട്രാറ്റജിക് പ്ലാനിങ് എന്ന് പറയുന്നത്. സോ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്ത് വെച്ച ഗുഡ്സ് അല്ലെങ്കിൽ സർവീസസ് നമ്മൾ ഡെലിവറി ചെയ്യുന്നതിനുള്ള ആ ഒരു ലോങ് ടേം ഗോൾ സ്ട്രാറ്റജീസ് ആണ് നമ്മൾ മെയിൻ ആയിട്ട് ഇവിടെ പറയുന്നത്. ദെൻ റിസോഴ്സ് മാനേജിങ്. നമുക്ക് ഒരുപാട് റിസോഴ്സസ് ഉണ്ട് അല്ലെ. അപ്പൊ ഈ റിസോഴ്സസിനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, എഫക്റ്റീവ്ലി മാനേജ് ചെയ്ത് പ്രോപ്പർ ആയിട്ട് യൂട്ടിലൈസ് ചെയ്യണം. നമുക്ക് മെറ്റീരിയൽ ഉണ്ടാവും, ടെക്നോളജി ഉണ്ടാവും, ലേബർ ഉണ്ടാവും, ഫെസിലിറ്റി ഉണ്ടാവും. ഇതിനെല്ലാം നമ്മൾ എന്ത് ചെയ്യണം, വേസ്റ്റേജ് ഇല്ലാതെ നമ്മൾ ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് എന്ന് പറയാറുണ്ട് അല്ലെ, അതാണ് അവിടെ ഫോക്കസ് ചെയ്യുന്നത്. ദെൻ സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്. സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ ആ ഒരു പ്രൊഡക്റ്റിന്റെ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഇൻപുട്ട് തൊട്ട് ആ ഒരു പ്രൊഡക്റ്റ് കസ്റ്റമറിൽ എത്തുന്ന വരെയുള്ള ഫ്ലോ ഓഫ് ഗുഡ്സ്, സർവീസ് ആൻഡ് ഇൻഫർമേഷൻ. ഇതാണ് നമ്മൾ സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് എന്ന് പറയുന്നത് അല്ലെ. ദെൻ ക്വാളിറ്റി കൺട്രോൾ. നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് വേണം ത്രൂ ഔട്ട് ദ പ്രൊഡക്ഷൻ പ്രോസസ്. എല്ലാ സ്റ്റേജസിലും എന്ത് വേണം, പ്രോപ്പർ ആയിട്ടുള്ള ക്വാളിറ്റി കൺട്രോൾ കാര്യങ്ങളെല്ലാം നമുക്ക് വേണം. ദെൻ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ. നമ്മൾ ഇതെല്ലാം ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാ, കസ്റ്റമറുടെ എക്സ്പെക്ടേഷൻസ് മീറ്റ് ചെയ്യാനായിട്ടാണ് അല്ലെ. സോ കസ്റ്റമറിനെ നമ്മൾ എന്ത് ചെയ്യണം, ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള ഓപ്പറേഷൻസിലൂടെ അവരെ നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് ട്രൈ ചെയ്യണം. ദെൻ ഫോർകാസ്റ്റിംഗ്. നമ്മുടെ ഫ്യൂച്ചർ ഡിമാൻഡ് കാര്യങ്ങൾ ഫോർകാസ്റ്റ് ചെയ്തുകൊണ്ട് വർക്ക് ചെയ്യണം അല്ലെ. സോ നമുക്ക് എന്തോരം റിസോഴ്സ് വേണം അല്ലെങ്കിൽ നമ്മൾ എന്തോരം പ്രൊഡ്യൂസ് ചെയ്യണം തീരുമാനിക്കുന്ന എന്തിന്റെ ബേസിസിലാ, ഓട്ടോമാറ്റിക്കലി ഈ പറയുന്ന ഫോർകാസ്റ്റിംഗിന്റെ ബേസിസിൽ നമ്മൾ പിന്നീട് എന്ത് ഡിമാൻഡ് വരും എന്നുള്ളതിന്റെ ബേസിസിലാണ് നമ്മൾ എന്ത് തീരുമാനിക്കുന്നത്, എന്തോരം ഇൻപുട്സ് നമ്മൾ കൊടുത്ത് എന്തോരം പ്രൊഡക്ഷൻ നമ്മൾ നടത്തണം എന്നുള്ളത് തീരുമാനിക്കുന്നത്. ദെൻ കപ്പാസിറ്റി പ്ലാനിങ് ആണ്. അതായത് ഒപ്റ്റിമം പ്രൊഡക്ഷൻ കപ്പാസിറ്റി. നമുക്ക് ഡിമാൻഡ് ഉണ്ടാവും, ആ ഡിമാൻഡ് മീറ്റ് ചെയ്യാൻ പാകത്തിനുള്ള ഒപ്റ്റിമം കപ്പാസിറ്റിയിലേക്ക് ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. ദെൻ ഇൻവെന്ററി മാനേജ്മെന്റ്. നമ്മുടെ ഇൻവെന്ററി ലെവൽസിനെ മാനേജ് ചെയ്യുക. നമുക്ക് എക്സസ് ആയിട്ടുള്ള ഇൻവെന്ററിയും പാടില്ല, എന്നാൽ ഇൻവെന്ററി ഷോർട്ടേജും പാടില്ല. സോ നമ്മളൊരു പ്രോപ്പർ ആയിട്ടുള്ള ലെവൽ ഓഫ് ഇൻവെന്ററി നമ്മൾ കീപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ദെൻ ക്വാളിറ്റി അഷുറൻസ്. കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ക്വാളിറ്റി എൻഷുർ ചെയ്യുക എന്നുള്ളതാണ്. സോ അതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യുക എന്നുള്ളതാണ്. ദെൻ പ്രോസസ് ഡിസൈൻ.
നമ്മളൊരു പ്രോസസ്സ് അല്ലെങ്കിൽ ആ ഒരു പ്രൊഡക്ഷന് വേണ്ടിയിട്ടുള്ള പ്രോസസ്സിനെ പ്രോപ്പറായിട്ട് ഡിസൈൻ ചെയ്ത് ഡെവലപ്പ് ചെയ്യുക എന്നുള്ള പറയുന്നത്. ദെൻ ഫെസിലിറ്റി ലേഔട്ട് എന്ന് പറയുമ്പോൾ അതിന്റെ ഫിസിക്കൽ അപ്പിയറൻസ് ആണ് മെയിൻലി ഫെസിലിറ്റി ലേഔട്ട് എന്ന് പറയുന്നത്. എങ്ങനെ വേണം ആ ഒരു ഫെസിലിറ്റീസ് അല്ലെങ്കിൽ എക്യുപ്മെന്റ്സ് നമ്മൾ കീപ്പ് ചെയ്യാനായിട്ട് എന്നുള്ള കാര്യങ്ങളാണ്. ദെൻ പ്രോജക്ട് മാനേജ്മെന്റ്, എങ്ങനെ നമ്മുടെ പ്രോജക്ട്സിനെ മാനേജ് ചെയ്യണം. വി ഹാവ് കോംപ്ലെക്സ് പ്രോജക്ട്സ് റൈറ്റ്. സോ ഇപ്പൊ മേ ബി ഒരു പുതിയ പ്രോഡക്റ്റ് ഡെവലപ്മെന്റ് ആവാം, ഇല്ലെങ്കിൽ ഒരു എക്സിസ്റ്റിംഗ് പ്രോഡക്ട്സിന്റെ എക്സ്പാൻഷൻ കാര്യങ്ങൾ എന്തെങ്കിലും ആവാം. സോ എങ്ങനെ ഇതിനെ മാനേജ് ചെയ്യാം എന്നുള്ളതാണ്. ദെൻ ടെക്നോളജി മാനേജ്മെന്റ്, എങ്ങനെ നമുക്ക് പുതിയ ടെക്നോളജീസ് അഡാപ്റ്റ് ചെയ്ത് അതുമായി ഇന്റഗ്രേറ്റ് ചെയ്ത് ഫങ്ഷൻ ചെയ്യാം എന്നുള്ളതാണ് ടെക്നോളജി മാനേജ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ പ്രോഡക്റ്റ് ഡിസൈൻ, നമ്മുടെ പ്രോഡക്റ്റ് എങ്ങനെ വേണം, കസ്റ്റമറിന് ഡിമാൻഡ് അല്ലെങ്കിൽ അവരുടെ എക്സ്പെക്ടേഷൻ അനുസരിച്ചായിരിക്കണം എന്ത് വേണ്ടത്, നമ്മുടെ പ്രൊഡക്റ്റിന്റെ ഒരു ഡിസൈൻ വേണ്ട. സോ അത് ഡിസൈഡ് ചെയ്യുക എന്നുള്ളത് ആണ്. നോക്കിയേ, ഇത് കമ്പോണൻസ് ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് ഓപ്പറേഷൻ മാനേജ്മെന്റ് ആണ്. നമ്മളിപ്പോ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് ഏകദേശം. ലൊക്കേഷൻ വരുന്നുണ്ട്, ലേഔട്ട് വരുന്നുണ്ട്, പ്രോഡക്റ്റ് ഡിസൈൻ, പ്രോസസ് ഡിസൈൻ വരുന്നുണ്ട്, ദെൻ പ്രൊഡക്ഷൻ പ്ലാനിങ്, അതേപോലെ തന്നെ കൺട്രോളിങ് വരുന്നുണ്ട്, ക്വാളിറ്റി വരുന്നുണ്ട്, മെറ്റീരിയൽസ് മാനേജ്മെന്റ്, അതായത് നമ്മുടെ ഇൻവെന്ററി കൺട്രോൾ സിസ്റ്റം വരുന്നുണ്ട്. ഇതെല്ലാം ഈ പറയുന്ന പ്രൊഡക്ഷൻ ആൻഡ് ഓപ്പറേഷൻ മാനേജ്മെന്റ് ഫംഗ്ഷൻസിന്റെ ഓരോ കമ്പോണൻസ് ആയിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റും. ജസ്റ്റ് ആ ഫിഗർ ഒന്ന് നോക്കിയാൽ. ദെൻ ഓപ്പറേഷൻ മാനേജ്മെന്റ് മെയിൻ എയിം അല്ലെങ്കിൽ അതിന്റെ ഇമ്പോർട്ടൻസ് ആണ് നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്ന്, എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ നമ്മുടെ റിസോഴ്സസിനെ എഫക്റ്റീവ്ലി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, വേസ്റ്റേജ് കുറച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ കോസ്റ്റും റെഡ്യൂസ് ചെയ്യാൻ പറ്റും. സോ ദാറ്റ് വി ക്യാൻ മാക്സിമൈസ് ദ എഫിഷ്യൻസി ഓഫ് ദ ഫേം. ദെൻ പ്രൊഡക്ടിവിറ്റി കൂട്ടുക എന്നുള്ളതാണ്. അതായത് ഔട്ട്പുട്ട് പെർ യൂണിറ്റ് ഇൻപുട്ട് ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതാണ്. ഇൻപുട്ട് കൊണ്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ഔട്ട്പുട്ട് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ദെൻ എൻഹാൻസിങ് ക്വാളിറ്റി, അതായത് കസ്റ്റമർ എക്സ്പെക്ടേഷൻസ് അല്ലെങ്കിൽ ആ ക്വാളിറ്റി എക്സ്പെക്ടേഷൻസിനെ മീറ്റ് ചെയ്യുക, അതനുസരിച്ചുള്ള ഡെലിവറി അല്ലെങ്കിൽ പ്രോസസ് ഓഫ് പ്രോഡക്റ്റ് ഡിസൈൻ കൊണ്ടുവരിക എന്നുള്ളതാണ്. ദെൻ ടൈംലി ഡെലിവറി, നമ്മൾ പ്രോപ്പറായിട്ട് കസ്റ്റമർ നീഡ്സ് മീറ്റ് ചെയ്യാനുള്ള ആ ടൈമിൽ നമുക്കൊരു ആവശ്യമുണ്ട്. സോ ആവശ്യം കഴിഞ്ഞതിന് ശേഷം ഒരു പ്രോഡക്റ്റ് കിട്ടിയിട്ട് കാര്യമില്ലല്ലോ അല്ലെ. സോ ദാറ്റ് മീൻ ചെയ്യുന്നത് അഡാപ്റ്റ് ടു ചേഞ്ച്. വി ഹാവ് ടു കീപ്പ് എ ഫ്ലെക്സിബിലിറ്റി എന്ന് പറയും അല്ലെ. നമ്മൾ എന്ത് ചെയ്യണം, ഒരുപാട് ചേഞ്ചസ് വരാം നമ്മുടെ എക്കണോമിയിൽ. ഇപ്പൊ ഡിമാൻഡ് മാറാം, ടെക്നോളജി മാറാം. സോ വി ഹാവ് ടു അഡോപ്റ്റ് ഓൾ ദീസ് ചേഞ്ച്. അപ്പൊ അവിടെ ഒരു ഫ്ലെക്സിബിൾ ആയിട്ടാണ് നമ്മുടെ ആ ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചർ നമുക്ക് ആവശ്യമായിട്ട് വരുന്നത്. ദെൻ ഫങ്ഷൻസ് ഓഫ് ഓപ്പറേഷൻസ് മാനേജ്മെന്റ്, എന്തൊക്കെയാണ് ഓപ്പറേഷൻസ് മാനേജ്മെന്റിന്റെ ഫങ്ഷൻസ് എന്നുള്ളത് നോക്കാം. ഫസ്റ്റ് വൺ ഇസ് പ്ലാനിങ്. പ്ലാനിങ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഡിസൈഡിങ് വാട്ട് വി ഹാവ് ടു ഡു ഇൻ അഡ്വാൻസ് അല്ലെ. നമ്മൾ എന്ത് ചെയ്യണം എന്ന് മുൻകൂട്ടി തീരുമാനിച്ച് വെക്കുന്നതിനെയാണ് എന്ത് വിളിക്കുന്നത്, പ്ലാൻ ചെയ്യുക അല്ലെങ്കിൽ പ്ലാനിങ് എന്ന് വിളിക്കുന്നത്. ആൻഡ് ഓൾസോ എന്താണ്, നമ്മളൊരു പ്ലാൻ ചെയ്ത് വെച്ചത് കൊണ്ട് തീർന്നോ, ഇല്ല. നമ്മൾ ആ പ്ലാൻസിന് എന്ത് ചെയ്യണം, റിവ്യൂ ചെയ്യണം അല്ലെ. നമുക്ക് എന്തെങ്കിലും ഇഷ്യൂസ് വന്നാൽ വി ഹാവ് ടു റിവ്യൂ ദ പ്ലാൻസ്. ആ പ്ലാൻസിൽ നമ്മൾ ആവശ്യമായിട്ടുള്ള ചേഞ്ചസ് വരുത്തണം എന്ന് പറയാം. ദെൻ ഒരു ലോങ് ടേം ഡയറക്ഷൻ അല്ലെങ്കിൽ ഒരു ബ്രോഡ് ഗോൾസ് കാര്യങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്യണം, ഡെവലപ്പ് ചെയ്ത് അതിനെ നമ്മുടെ ഓർഗനൈസേഷൻ ഗോൾസുമായിട്ട് നമ്മൾ അലൈൻ ചെയ്ത് സൂക്ഷിക്കുകയാണ് വേണ്ടത്. ദെൻ ഷെഡ്യൂളിംഗ് മീൻസ് വെൻ ആൻഡ് ഹൗ ടു ഡു എ വർക്ക്. എപ്പോ ഒരു വർക്ക് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ ഷെഡ്യൂളിംഗ് കൊണ്ട് മീൻ ചെയ്യുന്നത്. സോ ടൈം, റിസോഴ്സസ് എല്ലാം മാനേജ് ചെയ്യുന്നതായിരിക്കും ഷെഡ്യൂളിങ്ങിൽ വരുന്നത്. ദെൻ പർച്ചേസിങ്, എവിടെ നിന്ന് നമ്മൾ റോ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യണം, സോഴ്സിങ് എന്ന് നമ്മൾ അതിനെ വിളിക്കാറുണ്ട്. നമുക്ക് ആവശ്യമായ ഇൻപുട്സിനെ നമ്മൾ എവിടെ നിന്ന് കണ്ടെത്തുന്നു, അതാണ് നമ്മൾ സോഴ്സിങ് കൊണ്ട് മീൻ ചെയ്യുന്നത്. സോ നമ്മൾ സപ്ലയേഴ്സുമായിട്ട് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വരും. ചില സമയത്ത് നമ്മൾ പല നെഗോസിയേഷൻസ് ചെയ്യേണ്ടി വരും. ആൻഡ് നമ്മൾ ടൈംലി ഡെലിവറി എൻഷുർ ചെയ്യേണ്ടതായിട്ട് വരും. ഇതെല്ലാം പർച്ചേസിംഗിൽ വരുന്ന കാര്യങ്ങളാണ്. ദെൻ കൺട്രോളിങ്, നമ്മളൊരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്തിട്ടുണ്ടാവും അല്ലെ. ഇപ്പൊ നമ്മൾ പ്ലാൻ ചെയ്യുന്ന സമയത്ത് തന്നെ ഇന്നിങ്ങനെ ചെയ്യണം, ഇന്നത് അച്ചീവ് ചെയ്യണം നമ്മൾ തീരുമാനിച്ചിട്ടുണ്ടാവും. സോ ഒരു സ്റ്റാൻഡേർഡ്സ് എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ ആഫ്റ്റർ കംപ്ലീറ്റിംഗ് ദ ടാസ്ക്, ആ ഒരു പ്രൊഡക്ഷൻ പ്രോസസ്സ് കഴിഞ്ഞ സമയത്ത് എന്ത് ചെയ്യണം, നമ്മൾ ഈ സ്റ്റാൻഡേർഡ്സുമായിട്ട് തന്നെ ഒത്തു നോക്കണം. നമ്മൾ ഉദ്ദേശിച്ച രീതിയിലേക്കുള്ള പ്രൊഡക്ഷൻ എത്തിയോ ഇല്ലയോ. ഇല്ലാന്നുണ്ടെങ്കിൽ ദർ ആർ സർട്ടൺ ഡീവിയേഷൻ. അപ്പൊ ഈ ഡീവിയേഷൻസ് ഒക്കെ ഐഡന്റിഫൈ ചെയ്ത് അവിടെ കറക്റ്റീവ് ആക്ഷൻസും മറ്റും നമ്മൾ എടുക്കേണ്ടതാണ്. ദെൻ ക്വാളിറ്റി കൺട്രോൾ, നമ്മൾ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് എസ്റ്റാബ്ലിഷ് ചെയ്യുക. അതായത് കസ്റ്റമർ നീഡ്സ് മീറ്റ് ചെയ്യുന്ന സമയത്ത്
ക്വാളിറ്റി ആയിട്ടുള്ള പ്രൊഡക്ട്സും സർവീസുമാണ് പ്രൊവൈഡ് ചെയ്തതെന്നുള്ളത് എൻഷുറും ചെയ്യുക. അപ്പൊ നമ്മൾ ആ ഒരു കംപ്ലീറ്റ് ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ക്വാളിറ്റി ഇംപ്രൂവ്മെന്റും മറ്റു കാര്യങ്ങളാണ് അവിടെ നമ്മൾ മെയിൻ ആയിട്ട് എയിം ചെയ്യുന്നത്. ദെൻ ഇൻവെന്ററി കൺട്രോൾ. നമുക്ക് ഇൻവെന്ററി എന്ന് പറയുമ്പോൾ എന്താ, നമ്മുടെ സ്റ്റോക്ക് ആണ് അല്ലെ. സോ ഡിമാൻഡ് കൂടുമ്പോൾ നമുക്ക് എന്ത് വേണം, വി നീഡ് മോർ സ്റ്റോക്ക്. പക്ഷെ പെട്ടെന്ന് ഡിമാൻഡ് കുറഞ്ഞാൽ നമ്മുടെ സ്റ്റോക്ക് എന്താവും, ഇടൽ സ്റ്റോക്ക് ആവും അല്ലെ, വേസ്റ്റേജ് ആയി പോകും. സോ ഇവിടെ ഒരു ബാലൻസിങ് നമുക്ക് ആവശ്യമായിട്ട് വരുന്നുണ്ട്. അതുവഴി നമുക്ക് എന്ത് ചെയ്യാം, കോസ്റ്റ് നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റും. സോ നമുക്ക് ഒരുപാട് ഇൻവെന്ററി മാനേജ്മെന്റ് ടെക്നിക്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതെല്ലാം യൂസ് ചെയ്ത് നമുക്ക് ഒപ്റ്റിമം സ്റ്റോക്ക് ലെവൽസ് മെയിൻറ്റെയിൻ ചെയ്യാണ് വേണ്ടത്. ദെൻ പ്രോഡക്റ്റ് ഡിസൈൻ. എപ്പോഴും എന്താണ്, കസ്റ്റമർ നീഡ്സ് അല്ലെങ്കിൽ അവരുടെ എക്സ്പെക്ടേഷൻസ് മീറ്റ് ചെയ്യാനാണ് പ്രോഡക്റ്റ് കൊണ്ട് നമ്മൾ എയിം ചെയ്യുന്നത്. സോ എപ്പോഴും എന്ത് ചെയ്യണം, ആ ഒരു നീഡ് മീറ്റ് ചെയ്തു എന്നുള്ളത് എൻഷുർ ചെയ്യണം. മാർക്കറ്റ് ട്രെൻഡ് എന്താണോ ആ ട്രെൻഡ് അനുസരിച്ചുള്ള പ്രോഡക്ട്സ് കാര്യങ്ങൾ നമ്മൾ ഡിസൈൻ ചെയ്യുകയും വേണം. സോ ദാറ്റ് ഓപ്പറേഷൻസ് മാനേജേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, പ്രോഡക്റ്റ് ഡിസൈനിലും ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. ദെൻ ഫോർകാസ്റ്റിംഗ്. ഫോർകാസ്റ്റിംഗ് മീൻസ് പ്രഡിക്ഷൻ ആണ് അല്ലെ. ഫ്യൂച്ചർ ഡിമാൻഡ് ഫോർ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രിഡിക്റ്റ് ചെയ്യുകയാണ് ഫോർകാസ്റ്റിംഗ് കൊണ്ട് മീൻ ചെയ്യുന്നത്. ഇത് വെച്ച് വി ഹാവ് ടു പ്ലാൻ ദ പ്രൊഡക്ഷൻ, അല്ലെങ്കിൽ ഇത്ര ഇൻവെന്ററി വേണം, മറ്റു കാര്യങ്ങളെല്ലാം പ്ലാൻ ചെയ്യുന്നതും എന്ത് വെച്ചിട്ടായിരിക്കും, ഈ ഒരു ഫോർകാസ്റ്റിംഗ് ഫിഗേഴ്സ് വെച്ചിട്ടായിരിക്കും നമ്മൾ ചെയ്യുന്നത്. ദെൻ സ്ട്രാറ്റജി. സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞു, ലോങ് ടേം പ്ലാൻസ് ആണ് നമ്മൾ സ്ട്രാറ്റജീസ് കൊണ്ട് മീൻ ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ടെക്നോളജി അഡോപ്ഷനും അതേപോലെ തന്നെ നമ്മുടെ പ്രോസസ് ഇംപ്രൂവ്മെന്റ്സിനും മറ്റും ആവശ്യമായിട്ടുള്ള ലോങ് ടേം പ്ലാൻസ് ആണ് നമ്മളവിടെ മീൻ ചെയ്യുന്നത്. ദെൻ സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്. സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഫ്ലോ ഓഫ് ഗുഡ്സ്, സർവീസ് ഓർ ഇൻഫർമേഷൻ ഫ്രം റോ മെറ്റീരിയൽസ് ടു കസ്റ്റമേഴ്സ്. അതായത് ഇൻപുട്സ് തൊട്ട് ഔട്ട്പുട്ട്സ് അല്ലെങ്കിൽ കസ്റ്റമേഴ്സിൽ എത്തുന്ന വരെയുള്ള ഫ്ലോ ഓഫ് ഗുഡ് സർവീസ് ആൻഡ് ഇൻഫർമേഷനെയാണ് നമ്മൾ സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. സോ അവിടെ ഈച്ച് ആൻഡ് എവറി സ്റ്റെപ്പ് നീഡ്സ് എ കൺട്രോളിങ്. നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നു, ഷിപ്പ് ചെയ്യുന്നു, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു, ഇതെല്ലാം സപ്ലൈ ചെയിൻ മാനേജ്മെന്റിൽ വരുന്നതാ, ട്രാൻസ്പോർട്ടേഷൻ എല്ലാം വരുന്നതാ. സോ ഇവിടെ എല്ലാം വി നീഡ് കൺട്രോളിങ് പ്രോസസ്. ദെൻ ഫിനാൻസ്. നമ്മൾ നേരത്തെ പറഞ്ഞു, പ്രൊഡക്ഷൻ എന്ന് മാത്രമല്ല ഓപ്പറേഷൻ മാനേജ്മെന്റ് കൊണ്ട് മീൻ ചെയ്യുന്നത്. അവിടെ HR ഉണ്ട്, ഫിനാൻസ് ഉണ്ട്, എല്ലാ ഒരു മാർക്കറ്റിംഗ് ഉണ്ട്, ഇതെല്ലാം വരുന്നുണ്ട്. സോ ഫിനാൻസ് എന്ന് പറയുമ്പോൾ അവിടെ ഓട്ടോമാറ്റിക്കലി മാനേജിങ് കോസ്റ്റ്, അല്ലെങ്കിൽ നമുക്ക് ഫിനാൻഷ്യൽ റിസോഴ്സസ് അവൈലബിൾ ആണോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ അവിടെ ചെക്ക് ചെയ്ത് പോകുന്നത്. ദെൻ സിസ്റ്റം പ്ലാനിങ്. അതായത് നമ്മൾ ഒരു ഓവറോൾ സിസ്റ്റം, നമ്മുടെ പ്രൊഡക്ഷന് വേണ്ടിയിട്ടുള്ള ഒരു ഓവറോൾ സിസ്റ്റം നമ്മൾ പ്ലാൻ ചെയ്യാന്നുള്ളതാണ്. ഹൗ ടു അലോക്കേറ്റ് ദ റിസോഴ്സ്, അല്ലെങ്കിൽ ഹൗ വി ക്യാൻ ഡിസൈൻ ദ പ്രോസസ്, ഇതെല്ലാം അവിടെ ഇൻവോൾവ് ആയിരിക്കും. ദെൻ വി ഹാവ് ടു കണ്ടക്ട് ആൻ അനാലിസിസ്, ദാറ്റ് ഇസ് കോൾഡ് സിസ്റ്റം അനാലിസിസ്. അതായത് നമ്മളൊരു പ്രപ്പോസ്ഡ് സിസ്റ്റം, ഒരു പ്ലാൻ നമ്മൾ കൊടുത്തല്ലോ, സോ അതിന്റെ ഫീസിബിലിറ്റി ചെക്ക് ചെയ്യാന്നുള്ളതാണ് സിസ്റ്റം അനാലിസിസ് കൊണ്ട് മീൻ ചെയ്യുന്നത്. ദെൻ സിസ്റ്റം ഡിസൈൻ. അതായത് ആ സിസ്റ്റത്തിലെ ഈച്ച് ആൻഡ് എവറി കമ്പോണന്റ് നീഡ് ടു ബി ഡിസൈൻഡ് ഇൻഡിവിജ്വലി. ഓരോ ഓർഗനൈസേഷൻസിനും ഓരോ രീതിയിലുള്ള കമ്പോണൻസ് കാര്യങ്ങൾ വേണം. സോ അതനുസരിച്ച് ദേ ഹാവ് ടു ഡിസൈൻ ഇറ്റ്. ദെൻ ഇംപ്ലിമെന്റേഷൻ. നമ്മൾ ഡിപ്ലോയ് ചെയ്യാന്ന് പറയും, നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്ന സിസ്റ്റം. ദെൻ വി ഹാവ് ടു ടെസ്റ്റ് ഇറ്റ്സ് ഇൻഡിവിജ്വൽ കമ്പോണൻസ് ആൻഡ് ഓൾസോ അതിനെ ഇംപ്ലിമെന്റ് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്ത് നമ്മൾ ആ റിസൾട്ടിങ് സിസ്റ്റത്തിനെ മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ളത് നമ്മളിവിടെ പറയുന്നുണ്ട്. ഇതൊരു ട്രഡീഷണൽ ഓർഗനൈസേഷൻ സ്ട്രക്ചർ ആണ് ഓപ്പറേഷൻസ് മാനേജ്മെന്റിൽ. നോക്കിയേ, പ്രസിഡന്റ് അല്ലെങ്കിൽ CEO ആയിരിക്കും ഹയസ്റ്റ് പൊസിഷനിലുള്ളത്. ദെൻ വി ഹാവ് ആൻ ഓപ്പറേഷൻസ് മാനേജ്മെന്റ് ലൈൻ ഓഫ് ഡയറക്ട് റെസ്പോൺസിബിലിറ്റി. ദാറ്റ് ഇസ് വി ഹാവ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിലെ ഹെഡ് ഉണ്ട്, R&D റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഉണ്ട്, അക്കൗണ്ടിംഗ് ഉണ്ട്, മാർക്കറ്റിംഗ് ഉണ്ട്, ഫിനാൻസ് ഉണ്ട്, ആൻഡ് ഓൾസോ ദർ വിൽ ബി എ വൈസ് പ്രസിഡന്റ് ഫോർ ഓപ്പറേഷൻസ്. ഇവരായിരിക്കും നമ്മുടെ ഓപ്പറേഷണൽ മാനേജ്മെന്റ് ഡയറക്ട് ലൈൻ ഓഫ് അതോറിറ്റി എന്ന് പറയുന്നത്. ദെൻ വൈസ് പ്രസിഡന്റ് ഓഫ് ഓപ്പറേഷന്റെ കീഴിൽ ഈ പറയുന്ന മെറ്റീരിയൽ, ക്വാളിറ്റി കൺട്രോൾ, ജനറൽ മാനേജർ, അങ്ങനെ പല എന്ത് വരുന്നുണ്ട്, സബ് ഡിവിഷൻസ് വരുന്നുണ്ട്, സൂപ്പർവൈസേഴ്സ് വരുന്നുണ്ട്, ഇൻവെന്ററി മാനേജ്മെന്റ്, ഡിസ്ട്രിബ്യൂഷൻ, പർച്ചേസിങ്, എല്ലാ ഏരിയാസും വരുന്നുണ്ട്. സോ ഇങ്ങനെയായിരിക്കും ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചർ. ഇത് ഒരു ട്രഡീഷണൽ സ്ട്രക്ചർ ആണ്. ഓർഗനൈസേഷന്റെ നേച്ചർ അനുസരിച്ച് സ്ട്രക്ചറിൽ ഡിഫറൻസ് വരാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു പാർട്ടിൽ ഡിസ്കസ് ചെയ്യുന്നത്. അത്യാവശ്യം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് അല്ലെ നമ്മൾ പറഞ്ഞത്. അപ്പൊ ഇതിൻ്റെ ഉള്ള ഫങ്ഷൻസും അതേപോലെ തന്നെ വാട്ട് ഇസ് ദ കോൺസെപ്റ്റ് ഓഫ് ഓപ്പറേഷൻ മാനേജ്മെന്റ്. നമ്മളോട് എപ്പോഴും ഓപ്പറേഷൻ മാനേജ്മെന്റിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ എന്താണ് ഓപ്പറേഷൻ മാനേജ്മെന്റ് എന്നുള്ളത് എഴുതിയിട്ട് പോകുന്നതായിരിക്കും എപ്പോഴും ബെറ്റർ. സോ അതുകൊണ്ട് ആ ഒരു കോൺസെപ്റ്റ് നമുക്ക് എപ്പോഴും ക്ലിയർ ആയിരിക്കണം. ഈ ഒരു യൂണിറ്റിന്റെ ബാക്കി നമുക്ക് നെക്സ്റ്റ് പാർട്ടിൽ ഡിസ്കസ് ചെയ്യാം. സോ താങ്ക് യു.